ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വെറുതെ ഒരു പാലക്കാട് കാണാനായിട്ട് ഞങ്ങൾ പോയതാണ്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെയാണ്, എല്ലായിടത്തും നല്ല ബ്ലോക്കാണ്. എന്നാലും കരുതി നമ്മൾ ട്രിപ്പായിട്ട് ഇങ്ങനെ പോവല്ലേ, അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണമല്ലോ. അപ്പോൾ അങ്ങനെ കരുതി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ട് നിന്നപ്പോഴാണ് എന്ത് കണ്ടത്, നയഗ്ര വാട്ടർഫാളിനെ പറ്റി കേട്ടത്. അപ്പോൾ മനുഷ്യ നിർബന്ധമാണ് എന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഒരു താല്പര്യമായി ഞങ്ങൾക്ക്. ഇത് കാണണം, എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, കണ്ടാലല്ലേ അറിയുള്ളൂ. അപ്പോൾ അത് കരുതിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി എന്ത് ചെയ്ത് നോക്കി എന്ന് നയഗ്ര വാട്ടർഫാൾ എന്നതിൽ പോയി. അവിടെ ചെന്നപ്പോൾ ആകെ ഷോക്കായി. നമ്മളിങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലായിരുന്നു അവിടെ അതിനുള്ളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സൺഡേ ആയതുകൊണ്ടാവും നല്ല തിരക്കാണ്. ഉള്ളിലേക്ക് കയറുന്നവരും അങ്ങനെ തന്നെ, അതേപോലെ പുറത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാരും നല്ല തിരക്ക് ഫീൽ ചെയ്ത് നമുക്ക്. നമ്മൾ നല്ല തിരക്കി നമ്മളെല്ലാവരും ഉള്ളിലേക്ക് ഇതേപോലെ തന്നെ നമ്മളും കയറി. പക്ഷെ ഉള്ളിൽ വന്നപ്പോൾ നല്ല ഇഷ്ടമായി നമുക്ക്. എന്താ വെച്ചാൽ ഇൻസെക്റ്റ് കൊണ്ടൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് രീതിയിൽ ഇങ്ങനെ ഇടുന്ന തരത്തിലുള്ള ഇൻസെക്റ്റുകൾ അങ്ങനെ പലതും ഉള്ളിലുണ്ട്. ലോകത്തിൽ തന്നെ മനുഷ്യ നിർബന്ധത്തിൽപ്പെട്ട ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്നൊക്കെ പറയുന്നുണ്ട് നയഗ്ര വെള്ളച്ചാട്ടം. നയഗ്ര എന്ന പേര് വന്നതും ലോകത്തെ ഏറ്റവും വെള്ളച്ചാട്ടമായ നയഗ്രയുടെ പേര് തന്നെയാണ് ഈ ഇതിന് അവർ ഇട്ടിട്ടുള്ളത്. പക്ഷെ ഉള്ളിൽ കയറിയപ്പോൾ നമുക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ഫീലിംഗായി. കാരണം നമ്മൾ വെള്ളം ചാടുന്നെല്ലാം സാധാരണ നോർമൽ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കണ്ടിട്ടില്ല. അത് ഫസ്റ്റായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഇത് നമുക്ക് വന്നു. പിന്നെ ടൈം അലോ ചെയ്തിട്ടുള്ളത് 3 മണി മുതൽ 9:30 വരെയാണ്. ഇത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് അടുത്തായിട്ടാണ് ഈ ഇവൻറ്റ് നടക്കുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും കാണാനും വരാനും ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് ഉപകാരപ്രദമായിരിക്കും. നമ്മൾ യഥാർത്ഥ നയഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ അതേ ഒരു പ്രതിനിധിയാണ് നമുക്ക് തരുന്നത്. വെള്ളമൊക്കെ നമ്മളതിനടുത്തേക്ക് പോകാൻ വേണ്ടി ഒരുപാട് പിന്നെ ലാസ്റ്റ് കുട്ടികളൊക്കെ തിരക്കിയതിനുള്ളിൽ എത്തി. വെള്ളത്തിലൊക്കെ എല്ലാവരും തൊട്ടുകൊണ്ട് ഇരിക്കാണ്ടൊക്കെ എല്ലാവരും കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി. പിന്നെ അതിന് ലൈറ്റ് കൊണ്ടും അതേപോലെ പല തരത്തിൽ ഇളകുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് നൽകണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്.